ഇറാൻ്റെ വ്യോമസേന ദുർബലമാണ്, അതാണ് വസ്തുത. പക്ഷേ ഇറാൻ്റെ മിസൈൽ ശേഖരം അതീവ ശക്തമാണ്. ഡ്രോണുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് വ്യോമ പ്രതിരോധം ഒരു വശത്തെ, വ്യോമ ആക്രമണ സാധ്യത വിമാനങ്ങൾ ഉപയോഗിച്ചല്ല, മറിച്ച് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർ സോണിക് മിസൈലുകൾ, ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ്റെ ആണവ ശേഖരത്തിലുണ്ട്. സൗദി അറേബ്യയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എണ്ണ നൽകുന്ന വരുമാനം വേണമല്ലോ. എത്രയെല്ലാം ലൈൻ എന്ന് പറയുന്ന പുതിയ സിറ്റി, മറ്റ് സിറ്റികളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ടൂറിസം ഹബ്ബായി സൗദിയെ മാറ്റിയെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും, സൗദിക്ക് വലിയ വിദേശ നിക്ഷേപം ഉണ്ട് എന്ന് പറയുമ്പോഴും, അമേരിക്ക എതിർത്താൽ ഈ നിക്ഷേപങ്ങളൊക്കെ ഒരുപക്ഷെ ഒലിച്ചു പോകും. അതുകൊണ്ട് സൗദിക്ക് ആത്യന്തികമായി അമേരിക്കയെ വെറുപ്പിക്കാനാവില്ല. ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഇറാനിലേക്ക് വീണാൽ ഇറാൻ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേൽ തന്നെ ആവുമല്ലോ. ഇസ്രായേലിൽ നല്ല മിസൈൽ വീഴുന്നതെങ്കിലും അമേരിക്കയും ഇസ്രായേലിനെയും വേർതിരിച്ച് കാണുന്നില്ല ഇറാൻ. ഇവർ ഒന്നാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇറാൻ അമേരിക്ക വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക ചാടിക്കയറി ഇറാനെ ആക്രമിക്കാത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അറബ് ലോകത്തിന്റെ ഒരു നിലപാടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് തന്നെ ഒപ്പമുണ്ട്. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തിനെതിരെ അറബ് ലോകം ഒറ്റക്കെട്ടാകുന്ന ഒരു കാഴ്ചയുണ്ട്. യുഎഇക്ക് പിന്നാലെ സൗദിയും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിനും തങ്ങളുടെ വ്യോമപാത അനുവദിക്കില്ല എന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതാകുമോ ഒരുപക്ഷേ ഈ ആക്രമണം വൈകുന്നതിനുള്ള കാരണം? അത് തന്നെയാണ് ആക്രമണം വൈകുന്നതിനുള്ള കാരണമായി കാണുന്നത്, പൊതുവെ കാണുന്നത്. കാരണം അറബി ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളായ സൗദി അറേബ്യയുടെയും UAEയുടെയും പിന്തുണ ഇല്ലാതെ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കാനാവില്ല. ആർക്ക് വേണ്ടിയാണ് ഈ ആക്രമിക്കുന്നത്? അമേരിക്കയ്ക്ക് വേണ്ടിയല്ല ആക്രമിക്കുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ GCC രാജ്യങ്ങളെ സംരക്ഷിക്കാനെന്ന വ്യാജേനയാണ്. അമേരിക്കയ്ക്ക് ഇറാൻ ഒരു ഭീഷണിയും സൃഷ്ടിക്കുന്നില്ല. നോർത്ത് കൊറിയ ഭീഷണി സൃഷ്ടിച്ചാൽ പോലും ഇറാൻ്റെ ഒരു മിസൈലും അമേരിക്കയിൽ എത്തില്ല. അമേരിക്കയ്ക്ക് സുരക്ഷാ ഭീഷണിയില്ല. പക്ഷേ അവിടങ്ങളിലെ ആ പ്രദേശത്തെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇറാൻ ഭീഷണിയാണ്. അതുകൊണ്ട് സറോഗേറ്റ് മെത്തേഡാണ്. അങ്ങനെയെങ്കിൽ ആരെ സംരക്ഷിക്കാനാണോ തങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ആളുകൾക്ക്, ആ രാജ്യങ്ങൾക്ക് വേണ്ടാത്ത യുദ്ധം തങ്ങൾ എന്തിനു നടത്തണം? അമേരിക്കൻ ജനത ചോദിക്കില്ലേ? അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ ട്രംപിനെതിരെ തിരിയില്ലേ? എന്തെല്ലാം പടപ്പുറപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ടാണ് ആദ്യം വെടിപൊട്ടിച്ചത് UAE ആണ്. UAEയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അബുദാബിയിൽ ഇഷ്ടംപോലെ എണ്ണയുണ്ട്, ദുബായ് ഫ്രീ പോർട്ടാണ്, റാസൽ ഖൈമ, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ. ഇവിടെ എല്ലാം ചെറിയ രാജ്യമാണ്. ഇറാൻ്റെ തൊട്ട് പേർഷ്യൻ ഗൾഫിൻ്റെ തൊട്ട് വടക്ക് ഇറാനും തൊട്ട് തെക്ക് UAEയുമാണ്. ഇവിടെ ഇറാനിയൻ മിസൈലുകൾ അവിടെയെങ്ങാനും പതിച്ചാൽ നമ്മുടെ ആളുകൾ ഉൾപ്പെടെ എത്രയേറെ പേരുള്ള സ്ഥലമാണ് UAE എന്ന് ഓർക്കണം. അപ്പോൾ ഇതൊക്കെ UAE ഭരണകൂടം ഉണർന്ന് ചിന്തിച്ചു. അമേരിക്കയോട് ആദ്യം തന്നെ അഭ്യർത്ഥിച്ചു, നിങ്ങൾ സാഹസത്തിന് പുറപ്പെടരുത്, ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കരുത്, ഞങ്ങളുടെ ലോജിസ്റ്റിക്കൽ സംവിധാനം ഉപയോഗിക്കരുത്, ഞങ്ങളുടെ തുറമുഖങ്ങൾ ഉപയോഗിക്കരുത്, ഞങ്ങൾ അതിനെതിരാണ്, ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്, വെറുതെ വിട്ടോളൂ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഇതിൽ ആക്രമിച്ചങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ ഇതിൽ പങ്കാളികളാവില്ല. അതുമാത്രമല്ല, ഇറാനെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സഹോദര രാജ്യത്തെ, ഒരു ഇസ്ലാമിക രാജ്യത്തെ ആക്രമിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തത്തക്ക രീതിയിൽ അമേരിക്ക എന്ന വ്യത്യസ്തമായ ഒരു കൾച്ചറോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിന്നു എന്ന് ഭാവി തലമുറകൾ എഴുതാൻ ഇടവരരുത് എന്ന് UAE പറഞ്ഞു. കൃത്യമായ നിലപാടുമാണ്. പക്ഷെ സൗദി അത് പറയുമെന്ന് ആദ്യം വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇതാ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ കൂടി ഇത് പറഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് മാറി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം ഇസ്രയേലും മുൻകൂട്ടി തന്നെ പറഞ്ഞു, ഇതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, ഇറാനെ പൂർണ്ണമായി തകർക്കുക എളുപ്പമുള്ള കാര്യമല്ല, സാധിക്കും പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ഓൾ ഗൺസ് ബ്ലേസിങ്, ഫയറിംഗ് ഓൺ 4 സിലിണ്ടേഴ്സ് എന്നൊന്നും പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകാനാവില്ല. ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥ കാരണം ഈ ആക്രമണം വൈകുന്നതിൻ്റെ, അല്ലെങ്കിൽ ആക്രമണം ഇനി അവസാനം വേണ്ട എന്ന് വെച്ചാൽ പോലും അതിനുള്ള കാരണം ഈ ഒരു കൺസെൻസസ് അവിടെ ഇല്ല. സദ്ദാം ഹുസൈനൊക്കെ എതിരെയുള്ള ആക്രമണത്തിന് പൂർണ്ണമായി മനസ്സുകളെ ഒരുക്കി ഒരു കൺസെൻസസിൽ എത്തിയിട്ടാണ് ആക്രമണം നടത്തിയത്. അതുപോലെ അല്ല ഈ ആക്രമണം എന്നുകൂടി ഓർക്കണം. ഇറാനെ ആക്രമിക്കാൻ ആരെങ്കിലും സഹായം നൽകിയാൽ അതും ശത്രു രാജ്യത്തിന്റെ ആക്രമണമായി ഇറാൻ കണക്കാക്കുമെന്നും അവരുടെ മണ്ണിലും ആകാശത്തും ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും ഇറാൻ തങ്ങളെയും ആക്രമിക്കുമെന്ന് സൗദിയും UAEയും ഭയക്കുന്നുണ്ടാകുമോ? അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം കൈവശമുള്ളവരാണ് ഇറാൻ. അതുകൂടി നോക്കുമ്പോൾ അങ്ങനെയൊരു ഭയപ്പാടുണ്ടോ ഇറാനും സൗദിക്കും? ഇറാൻ്റെ വ്യോമസേന ദുർബലമാണ്, അതാണ് വസ്തുത. പക്ഷേ ഇറാൻ്റെ മിസൈൽ ശേഖരം അതീവ ശക്തമാണ്.
ഡ്രോണുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് വ്യോമ പ്രതിരോധം ഒരു വശത്തെ, വ്യോമ ആക്രമണ സാധ്യത വിമാനങ്ങൾ ഉപയോഗിച്ചല്ല, മറിച്ച് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർ സോണിക് മിസൈലുകൾ, ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ്റെ ആണവ ശേഖരത്തിലുണ്ട്. ഇത് ആണവ പോർമുനകൾ ഘടിപ്പിക്കാറായിട്ടില്ല, കാരണം ആണവ വിദ്യ പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല. പക്ഷേ ക്രൂഡ് ഫോം ഓഫ് ന്യൂക്ലിയർ ഡിവൈസസ് അവർക്ക് ഉണ്ടാവണം, അത് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഏത് രീതിയിലുള്ള ഒരു ഓൾ ഔട്ട് അറ്റാക്കാണ്, കാരണം എല്ലാം നഷ്ടപ്പെടുമെന്ന് ഉറപ്പ് വന്നാൽ ഇറാൻ സാഹസത്തിന് മുതിരും. ആ സാഹസം അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളെ അല്ല ആക്രമിക്കാൻ പോകുന്നത്. അവിടെ ആക്രമിച്ചാൽ ഒരൊറ്റ മിസൈൽ അമേരിക്കൻ സേനാ കേന്ദ്രത്തിൽ വീടില്ല, കാരണം ഹെവിലി ഫോർട്ടിഫൈഡ് ആണ്, അല്ലേ? പേട്രിയോട്ട് മിസൈലുകളുടെ വലിയ ബാറ്ററി ആയിരിക്കും ഇതിനെ ഇറാനിൽ നിന്നും വരുന്ന മിസൈലുകളെ നേരിടാനായി വിന്യസിച്ചിരിക്കുക. പക്ഷേ സോഫ്റ്റ് ടാർഗറ്റ്സ്, അത് എണ്ണപ്പാടങ്ങളാണ്, റിഫൈനറികളാണ്, എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ്. ഇവിടെയൊക്കെ ഒറ്റ മിസൈൽ വീണാൽ ആ ഏരിയ മുഴുവൻ കത്തിത്തീരും. ഇതാഗ്രഹിക്കുന്നില്ല എണ്ണ സമ്പന്നമായ ഒരു GCC രാജ്യവും ആഗ്രഹിക്കില്ല. ഇറാൻ വിൽ ടേൺ ഇറ്റ്സ് ആങ്കർ എഗൻസ്റ്റ് ദി അറബ് ഇസ്ലാമിക് കൺട്രീസ്. ഇത് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു യുദ്ധം വരുമ്പോൾ പിന്നെ സൗഹൃദമൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളാണെന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് ഇറാൻ ആക്രമിച്ചാൽ ആ മേഖലയാകമാനം യുദ്ധമാകും. ഇനി അറിയില്ല റഷ്യയോ ചൈനയോ ഒക്കെ രംഗത്ത് വരുമോ എന്നൊന്നും അറിയില്ല. യഥാർത്ഥത്തിൽ നോക്കണം, സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രശ്നം പോലും ഭാഗികമായി പറഞ്ഞ് സെറ്റപ്പാക്കിയത് ചൈനയുടെ മധ്യസ്ഥതയിലാണെന്ന് ഓർക്കണം, അമേരിക്കയുടെ മധ്യസ്ഥതയിലല്ലാന്ന് ഓർക്കണം. അപ്പം ഇറാൻ അമേരിക്ക സ്വീകാര്യമല്ലല്ലോ. അതുകൊണ്ട് ചൈനയുടെ മധ്യസ്ഥതയിൽ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന, കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചില്ല എങ്കിലും ഒരു പരിധിവരെ പരിഹരിച്ചു. ആ ഒരു സുഖകരമായ അന്തരീക്ഷം പൂർണ്ണമായി ഈ യുദ്ധത്തിലൂടെ നഷ്ടപ്പെടുത്താൻ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. മറ്റു രാജ്യങ്ങൾക്കും മറിച്ചൊരു തീരുമാനമെടുക്കാനാവില്ല. താവളങ്ങൾ ഈ രാജ്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അമേരിക്ക യുദ്ധക്കപ്പലുകളിൽ നിന്ന് മാത്രം എങ്ങനെയാണ് ആക്രമണം നടത്തുക? ഇപ്പോൾ ശരിയാണ്, യുദ്ധക്കപ്പലുകൾ മാത്രം ഉപയോഗിച്ച് ആണെങ്കിലും ആക്രമണം നടത്താവുന്ന രീതിയിലേക്ക് പ്ലാൻ ബി ഒരുപക്ഷെ നീങ്ങിയിട്ടുണ്ടാകാം. അത് ചെങ്കടലിൽ, അത് സ്വല്പം മാറിക്കിടക്കുന്ന സ്ഥലമാണ്, പേർഷ്യൻ ഗൾഫാണ് ഇറാന് തൊട്ടടുത്തുള്ളത്. ചെങ്കടൽ മേഖല, അത് ഹൂതികൾക്ക് ആ കവാടമുണ്ടല്ലോ, ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്ന ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന, ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും യമൻ ആ ഭാഗത്തു നിന്നും ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗം, ആ കുപ്പിക്കഴുത്ത്, അവിടെ നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. അവിടെയൊക്കെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി തടഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇപ്രാവശ്യം ഒരുപക്ഷെ ഹിസ്ബുള്ളയും ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ കഴിഞ്ഞ തവണ ഈ ആക്രമണ ഭീഷണി ഉണ്ടായ സമയത്ത്, കഴിഞ്ഞ മാസം ഉണ്ടായ സമയത്ത് കാര്യമായി അവർ പ്രതികരിച്ചില്ല. ഇപ്പോൾ അവരും ചെറിയ രീതിയിൽ ശബ്ദിച്ചു തുടങ്ങി. ഒരു അവസാന യുദ്ധം എന്ന നിലയിൽ ഇറാൻ വളർത്തിയ പ്രോക്സികളും യുദ്ധത്തിൽ ചേർന്നാൽ ചെറിയ രീതിയിലുള്ള പ്രതിരോധം മറ്റ് പല ഇടങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനാവാത്തത്. അതുകൊണ്ട് പൂർണ്ണമായി ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ, പൂർണ്ണമായ സമ്മതം ലഭിക്കുന്നത് വരെ ആക്രമണം നടത്താനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഈ അറബ് രാജ്യങ്ങൾ എത്രത്തോളം ഇറാന് പിന്തുണ നൽകും? വ്യോമപാത നൽകില്ല എന്നതൊഴിച്ചു നിർത്തിയാൽ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ ഡയറക്റ്റ് തടയുമോ അറബ് രാജ്യങ്ങൾ? അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക എന്നത് ഈ വിക്രമാദിത്യൻ്റെ തോളിൽ വേതാളം കിടക്കുന്നത് പോലെ ഒരു അനുഭവമാണ്. വേതാളത്തെ അങ്ങനെ പറിച്ചു മാറ്റാനൊന്നും പറ്റില്ല. എത്ര പറിച്ചു മാറ്റിയാലും തോളത്ത് വേതാളം ഉണ്ടാകും. പെട്രോ ഡോളർ ട്രേഡ്, അല്ലേ, ട്രേഡ് ഇൻ ഡോളർ, ഇത് നിഷ്കർഷിക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ മുന്നോട്ട് പോകും. സൗദി അറേബ്യയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എണ്ണ നൽകുന്ന വരുമാനം വേണമല്ലോ. എത്രയെല്ലാം ലൈൻ എന്ന് പറയുന്ന പുതിയ സിറ്റി, മറ്റ് സിറ്റികളൊക്കെ തന്നെ ഉണ്ടായെങ്കിലും ടൂറിസം ഹബ്ബായി സൗദിയെ മാറ്റിയെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും, സൗദിക്ക് വലിയ വിദേശ നിക്ഷേപം ഉണ്ട് എന്ന് പറയുമ്പോഴും, അമേരിക്ക എതിർത്താൽ ഈ നിക്ഷേപങ്ങളൊക്കെ ഒരുപക്ഷെ ഒലിച്ചു പോകും. അതുകൊണ്ട് സൗദിക്ക് ആത്യന്തികമായി അമേരിക്കയെ വെറുപ്പിക്കാനാവില്ല, UAEക്ക് ആവില്ല, ബഹ്റൈനാവില്ല, ഖത്തറിനാവില്ല, ഒരു GCC രാജ്യത്തിനും ആവില്ല. അതുകൊണ്ട് അമേരിക്കയെ പ്രീണിപ്പിച്ച് നിർത്തുക. പക്ഷേ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം എപ്പോഴും നിൽക്കുമ്പോൾ സ്വന്തം ജനത മാറി ചിന്തിക്കും. അറബി രാജ്യങ്ങളിലെ അറബികളായ അഭിമാനബോധമുള്ള ഈ മുസ്ലിം ജനസാമാന്യം, അറബി ജനത, അവർക്കറിയാം അമേരിക്കയ്ക്ക് ഇവരോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, പക്ക കച്ചവട കണ്ണാണ്.
അമേരിക്ക ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ട്രംപ് എന്ന് മാത്രം പറയേണ്ട കാര്യമില്ല, അമേരിക്ക എന്ന് മാത്രം പറയുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അത് ട്രംപാണ് എന്നേ ഉള്ളൂ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആണ്, ട്രേഡ് ഇൻട്രസ്റ്റ് ആണ്. അമേരിക്കൻ ഡോളർ നിലനിർത്തണമെങ്കിൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ അവരുടെ എണ്ണ കച്ചവടം ഡോളറിൽ നിന്നും മറ്റൊരു കറൻസിയിലേക്ക്, തദ്ദേശ കറൻസിയിലേക്കോ മറ്റേതെങ്കിലും കറൻസിയിലേക്കോ മാറ്റിയാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഉടഞ്ഞ് മാറും. കാരണം എന്താണ്? അമേരിക്ക ഒരു നെറ്റ് ഇമ്പോർട്ടിംഗ് രാജ്യമാണ്. അമേരിക്ക ഒരു പ്രൊഡക്ഷൻ ബേസ് ആയിരുന്നു ഒരു കാലത്ത്. ഇന്നതല്ല. ലോകത്തിൻ്റെ പല രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇറക്കുമതി ചെയ്ത് ആ ഇറക്കുമതിയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ കഠിനമായ ടാരിഫുകളൊക്കെ ഏർപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തുന്നു. ഒരു വശത്ത് ട്രേഡ് വാർ, മറുവശത്ത് ആയുധങ്ങൾ നൽകി പ്രശ്നങ്ങൾ പരമാവധി പെരുപ്പിച്ച് നിർത്തുന്നു. എന്നിട്ട് ഈ ആയുധങ്ങൾ രണ്ടു കൂട്ടരും അമേരിക്കൻ പോരടിച്ച് നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളും അമേരിക്കൻ ആയുധങ്ങൾ തന്നെ വാങ്ങാൻ നിർബന്ധിതരാകുന്ന ഒരു തരം മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് പോളിസി. ഇതൊക്കെയാണ് അമേരിക്ക നിലനിർത്തുന്നത്. അമേരിക്കയുടെ കടം വളരെ വലുതാണ്. $30 ട്രില്യൺ ഇക്കോണമി. തത്തുല്യമായ ഒരു കടബാധ്യതയും ഉണ്ട് അമേരിക്കയ്ക്ക് എന്ന് ഓർക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ശുഭമൊന്നുമല്ല. ഇപ്പോഴെല്ലാം അറ്റ് ബ്രോഡർ ലെവലെല്ലാം ഭദ്രമാണ്. അതുകൊണ്ട് ആ ഒരു ആണ് ഇളകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമേരിക്കയ്ക്ക് എവിടെ നോവുമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരെ തിരിഞ്ഞു നിന്നാൽ, ഈ വിഷയത്തിൽ പൂർണ്ണമായി എതിരെ തിരിഞ്ഞു നിന്നാൽ അവരുടെ വ്യാപാര താല്പര്യങ്ങൾ ഒരു പക്ഷേ അട്ടിമറിക്കപ്പെട്ടേക്കാം എന്ന ഭയമുണ്ട്. ജനകീയ പ്രക്ഷോഭത്തിലൂടെ അവിടെ ചില ഭരണകൂടങ്ങളെങ്കിലും താഴെ പോകാം. ഇതൊന്നും അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കാനാവില്ല എന്നതിന് സൂചനകളാണ്. അതുകൊണ്ടാണ് നിവൃത്തികേടിൻ്റെ പേരിൽ മനസ്സില്ലാ മനസ്സോടെ അമേരിക്കയെ പിന്താങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഒരു പരിധി കടക്കാൻ അമേരിക്കയെ സമ്മതിക്കാതെ ഇങ്ങനെ ക്ലിപ്പിട്ട് നിർത്തിയിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ കഴിഞ്ഞ മാസവും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെങ്കിലും പെട്ടെന്നൊരു ദിവസം പിന്മാറുകയാണ് ഉണ്ടായത്. നമ്മൾ അതേക്കുറിച്ച് 3-4 വീഡിയോ ചെയ്തതുമാണ്. അതിനുള്ള കാരണം പെട്ടെന്ന് ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പാണ്. കൂടാതെ അമേരിക്കയുമായി സഹകരണത്തിലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലാണ് അന്താരാഷ്ട്ര വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആ വാർത്തയെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയല്ലേ? കഴിഞ്ഞ മാസം വൻപൻ കാർമേഘങ്ങളാണ് ആ മേഖലയിൽ ഉരുണ്ടുകൂടിയത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഉരുണ്ടുകൂടിയത്. ഇറാനത് ഏത് നിമിഷവും ആക്രമണം നടക്കാം. സമാനമായ ഒരു കാർമേഘ പടലം ഇപ്പോൾ വീണ്ടും ഉരുണ്ടുകൂടുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് തലനാരിഴയിൽ മാറിപ്പോയതിന് പ്രധാന കാരണം സമയമായില്ല. ആക്രമണം വേണ്ടി വന്നേക്കാം. പക്ഷേ അമേരിക്കയേക്കാൾ കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്നത് ഇസ്രായേലാണല്ലോ. അമേരിക്കയുടെ അടുത്ത ചങ്ങാതി ആ പ്രദേശത്തെ. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ചേട്ടൻ ബാവയോട് അനിയൻ ബാവ പറയുന്നു, സമയമായില്ല. ഇപ്പോൾ ചാടി പുറപ്പെട്ടാൽ വലിയ നാശമാണ്. ആദ്യത്തെ നാശം വരുന്നത് ഇസ്രായേലിന് തന്നെയാണ്. ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈലുകൾ അയച്ച ഒരു പാരമ്പര്യമുണ്ട്. 2025 ജൂൺ മാസം 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇസ്രായേൽ ഉണ്ടാകാഞ്ഞത് വലിയ രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു. അയൺ ഡോം ഉണ്ടായിരുന്നു, ഡേവിഡ് സ്ലിംഗ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പം ആരോ സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതൊക്കെ റീപ്ലനിഷ് ചെയ്യാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇതിൻ്റെ പൂർണ്ണമായി ഉപയോഗിച്ച് തീർത്തു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. അത് റീപ്ലനിഷ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ തന്നെ റീബിൽഡിങ്ങിലാണ്. അപ്പോൾ അതാണ്, സമയമായില്ല. ഇത് വലിയ ഒരു കാര്യമാണ്. വീണ്ടും കാർമേഘം വരുമ്പോൾ ഇസ്രായേലിൻ്റെ പച്ചക്കൊടി അവിടെ ആവശ്യമാണ്. എന്തു വന്നാലും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് ആക്രമണത്തിൽ പങ്കെടുക്കുന്ന ഏകരാജ്യം ഇസ്രായേലായിരിക്കും. ഒരിക്കൽ പോലും തീർച്ചയായും ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഇറാനിലേക്ക് വീണാൽ ഇറാൻ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേൽ തന്നെ ആവുമല്ലോ. ഇസ്രായേലിൽ നല്ല മിസൈൽ വീഴുന്നതെങ്കിലും അമേരിക്കയും ഇസ്രായേലിനെയും വേർതിരിച്ച് കാണുന്നില്ല ഇറാൻ. ഇവർ ഒന്നാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യമെന്ന നിലയിൽ കരുതിയിരിക്കേണ്ടത്, ജാഗ്രതാപൂർവ്വം പ്രവർത്തിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ അന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു. ഇപ്പോഴും ഒരു പക്ഷേ അമേരിക്കയെ ഇപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലാകാം. ഇസ്രായേൽ പച്ചക്കൊടി കാട്ടുന്ന ആ നിമിഷം ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം. ഇപ്പം അറബ് രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള സമയവും ഇസ്രായേൽ റെഡിയാണ് എന്ന പ്രഖ്യാപനവും മാത്രം മതിയാകും. അതിനുശേഷം ഒരുപക്ഷെ ആക്രമണം ഉണ്ടാകാം. അതും ഞാൻ തീർത്തു പറയുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിലും പ്രവചനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ലോ. സൂചനകൾ മാത്രമല്ലേ പറയൂ. അതിനെ കേൾക്കുന്ന പ്രേക്ഷകർ അത് പ്രവചനമാണ്, അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ സൂചനകളും നമ്മൾ പറയണമല്ലോ. സാധ്യതകൾ നമ്മൾ വിലയിരുത്തണമല്ലോ. സാധ്യതകൾ വിലയിരുത്താതെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനാവില്ല. ഇത് നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന്, നാളെ ലോകം അവസാനിക്കുമോ എന്ന് പോലും നമുക്കിപ്പോൾ പറയാനാവില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താനാവൂ. ഇവിടെ ഈ മുൻകാലങ്ങളിൽ അധികം കണ്ടിട്ടില്ലാത്ത വിധം ഇസ്ലാമിക വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഇറാന് പിന്തുണ ലഭിക്കുന്നുമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോഴൊക്കെ ഈ സംഘടനകൾ
കയ്യും കെട്ടി മൗനം പാലിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അന്ന് കാര്യമായ പ്രതികരണങ്ങൾ വന്നിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് ഹൂതി വിഭാഗവും ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുമോ? അമേരിക്ക ഏറ്റുമുട്ടിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ലിബിയയിലെ കേണൽ ഗദ്ദാഫിയുമായി ഏറ്റുമുട്ടി, സദ്ദാം ഹുസൈനുമായിട്ട് ഇറാഖിൽ ഏറ്റുമുട്ടി, പല പല രാജ്യങ്ങളുമായിട്ടും യുദ്ധമുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ രാജ്യങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഇറാൻ്റെ ഒരു ബിൽഡപ്പ്, ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് വർഷങ്ങൾ എടുത്തുകൊണ്ട് ഇറാൻ ചില മിലിഷ്യകളെ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് വിന്യസിച്ചു. കാരണം അവരൊരു സാംസ്കാരികമായ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ്, ഒരു കായികമായ പോരാട്ടം മാത്രമല്ല, വ്യത്യസ്തമായ തലത്തിലുള്ള ഒരു പോരാട്ടത്തിലൂടെ, അത് ചെങ്കടൽ മേഖല വളരെ തന്ത്രപ്രധാനമായ ഇടമാണ്. ലോകത്തെ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്ന ഇടമാണ് ചെങ്കടൽ മേഖല. അവിടെ ദുർബലമായി കഴിഞ്ഞാൽ ലോകത്തിന് വേദനിക്കും, അമേരിക്കയ്ക്കും വേദനിക്കും. അതുകൊണ്ട് അവിടെ ഹൂതികളെ കൈയയച്ച് സഹായിച്ചു. ആ ഒരു പ്രദേശം കൺട്രോൾ ചെയ്യുന്ന യമനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അത് ആഫ്രിക്കയും ഏഷ്യയും എല്ലാം യോജിക്കുന്ന ഒരു മേഖലയാണ്. ആ ഒരു കടലെടുക്ക് അവിടെ വളരെ നിർണായകമാണ്. അപ്പം ഹൂതികൾ അവിടെ വളരെ നിർണായകമാണ്. അതുപോലെ ഈ മെഡിറ്ററേനിയൻ മേഖലയിലെ ഒരു ചെറിയ രാജ്യമാണ് ലെബനൻ, അല്ലേ? ലെബനനിൽ വൻതോതിലുള്ള സഹായമാണ് ഇറാൻ ചെയ്തത്. അങ്ങനെ ലെബനനിൽ ഇപ്പോഴും ഹിസ്ബുള്ള വളരെ സജീവമാണ്, വളരെ മെലിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്താൽ വളരെ മെലിഞ്ഞിരിക്കുന്നു. യുദ്ധം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഹിസ്ബുള്ള എന്ന സംഘടന നിലനിൽക്കുന്നു. ഇനി പോകട്ടെ, ഈ ഹമാസിൻ്റെ കാര്യം പൊയ്ക്കോട്ടെ. ഹമാസിൻ്റെ ശക്തിയെ പൂർണ്ണമായും തന്നെ ഏതാണ്ട് ഇസ്രായേൽ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഹമാസ് തന്നെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘടകം. ഹൂതികൾക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ശേഷം വരുന്നത് സാക്ഷാൽ സിറിയയാണ്. അവിടെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരുന്നത് ഇറാനാണ്. വലിയ തോതിൽ അവിടെ ജനകീയ പ്രക്ഷോഭമുണ്ട്. അദ്ദേഹം വളരെ അൺപോപ്പുലറായിരുന്നു. അസദ് ഭരണകൂടം വളരെ അൺപോപ്പുലറാണ്. പക്ഷേ അലവികൾ 10% മാത്രമേ ഉള്ളൂ സിറിയയുടെ ജനസംഖ്യയുടെ. അപ്പോൾ അലവിയറ്റ് ഒരു അവർ ഷിയാകളാണ്. ഇറാൻ ഷിയ രാജ്യമാണല്ലോ. അപ്പം ഷിയ മേധാവിത്വം അവിടെ അലവികളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ആ ഭരണകൂടത്തെ നിലനിർത്താൻ കോടികളാണ് ഇറാൻ ചെലവഴിച്ചത്. അവരും സമയത്തിന് ഉപകരിക്കുമെന്നാണ്. പക്ഷേ അവിടെ ഭരണമാറ്റമുണ്ടായി. അമേരിക്കയുടെയും ടർക്കിയുടെയും എല്ലാം ഇടപെടൽ കൊണ്ട്, ഇസ്രായേലിൻ്റെ ഒക്കെ ഇടപെടൽ ഉണ്ട്. അവിടെ ടർക്കിയിൽ ഭരണമാറ്റമുണ്ടായി, അൽഷറ ഭരണകൂടമുണ്ടായി. ഇറാൻ അവിടെ നിന്നൊന്നും നന്മ ഇനിയും കിട്ടാനില്ല. പിന്നെ ഉള്ളത് സിറിയയിലെ ചില സ്ഥലങ്ങളിലും ഇറാഖിലെ ചില സ്ഥലങ്ങളിലും ഷിയ മിലിഷ്യകളെ നട്ട് നനച്ച് വളർത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാൻ്റെ സൈന്യം, IRGCയും അല്ലാത്ത പരമ്പരാഗത സൈന്യവും എന്നതിന് പുറമെ പ്രോക്സികൾ എന്നതാണ് ഇറാൻ്റെ തന്ത്രം. മറ്റൊരു രാജ്യവും അങ്ങനെ ഒരു തന്ത്രം അമേരിക്കയ്ക്കെതിരെ പ്രയോഗിച്ചിട്ടില്ല. ആത്യന്തികമായി അമേരിക്കയും ഇസ്രയേലും അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും, ഇറാനോട് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ തങ്ങൾക്ക് ചുറ്റും ആൾ വേണം, സംവിധാനം വേണം എന്നതാണ്. അതൊക്കും പുറമെയാണ് ഇറാൻ ഉണ്ടാക്കിയെടുത്ത സൗഹൃദ ബന്ധം. റഷ്യയുമായും ചൈനയുമായും നല്ല ബന്ധമാണ്. റഷ്യയും ചൈനയും രംഗത്ത് വന്നാൽ കളി മാറില്ലേ? വരുമെന്നതിന് സൂചനയൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ റഷ്യക്കുണ്ട്. ചൈന ഒരു യുദ്ധത്തിലേക്ക്, അപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ പരമ്പരാഗതമായി തയ്യാറായിട്ടില്ല. ഇപ്പോഴും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അവിടെയാണ് ഇറാൻ ഒരു പക്ഷേ ഒറ്റപ്പെടുന്നത്. പക്ഷേ ഇറാന് ഈ പ്രോക്സികളിലൂടെ യുദ്ധം ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. പ്രോക്സികൾ വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സിറിയ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, മറ്റ് പ്രോക്സികൾ വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. എങ്കിലും ഇറാൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കുറേയൊക്കെ ചെറുത്ത് നിൽക്കാൻ പ്രോക്സികളിലൂടെ കഴിയുമെന്നാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ മാസം ഒരുപക്ഷെ യുദ്ധകാർമേഘമുണ്ടായപ്പോൾ പ്രോക്സികൾ റെഡി ആയിട്ടില്ല. ഇപ്പോൾ ഇതാ പറഞ്ഞു, പ്രോക്സികളും പറയുന്നു തങ്ങളും റെഡിയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബാറ്റിൽ ലൈൻസ് ആർ ഡ്രോൺ. രണ്ടു പക്ഷവും കടുപ്പിച്ച മുഖാമുഖം ഇങ്ങനെ നിൽക്കുകയാണ്. എന്തും സംഭവിക്കാം. ഈ ഇറാനെ തങ്ങളുടെ കാൽക്കീഴിലെത്തിച്ച് വരുതിക്ക് നിർത്താൻ അമേരിക്ക ആസൂത്രണം ചെയ്യുന്നതാകാം ഒരുപക്ഷെ ആക്രമണം എന്ന ഭീഷണി എന്നാണ് പലരും കരുതുന്നത്. അതായത് പലയിടങ്ങളിലും അമേരിക്ക പ്രയോഗിച്ച ഒരു തന്ത്രമുണ്ടല്ലോ, അത് തന്നെ. അങ്ങനെ ചിന്തിക്കാമോ ഇപ്പോഴത്തെ ഇറാൻ വിഷയത്തിലും? ഈ ഒരു തന്ത്രം, ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ അത് നേരിട്ടുള്ള പോരാട്ടമെന്ന് മാത്രമല്ല, താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് നയതന്ത്രം, രണ്ട് യുദ്ധം. നയതന്ത്രം പരാജയപ്പെടുമ്പോഴാണല്ലോ യുദ്ധമുണ്ടാവുക. പക്ഷേ യുദ്ധസാധ്യത ഒഴിവാക്കി നയതന്ത്രം സാധിക്കുമെങ്കിൽ വീണ്ടും നയതന്ത്രം എന്ന ട്രാക്ക് മാറ്റാൻ കഴിയും. അപ്പം അതുകൊണ്ട് പരമാവധി ഭയപ്പെടുത്തി സങ്കോചത്തിലാക്കി ഇറാനെ ഞെരുക്കുക, പരമാവധി സാമ്പത്തികമായി ഞെരുക്കുക. അതിനുവേണ്ടിയാണല്ലോ ഉപരോധം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ജനം തെരുവിലിറങ്ങും. ഇറങ്ങിയല്ലോ.
ആഴ്ചകൾ നീണ്ടുന്ന പ്രക്ഷോഭം ഉണ്ടായല്ലോ. ഇപ്പോഴാ പ്രക്ഷോഭം ഒട്ടൊന്ന് ശമിച്ചു. പൂർണ്ണമായി ആ കനലുകൾ അടങ്ങി എന്ന് പറയാനാവില്ല. ഉള്ളിൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇറാൻ. അത് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. ഇറാനെ പിന്തുണയ്ക്കുന്നവർക്കും എതിർക്കുന്നവർക്കും അറിയാം ഇറാനിലെല്ലാം ഭദ്രമല്ല എന്നറിയാം. പക്ഷേ ആ ഒരു ജനതയ്ക്ക് വലിയൊരു അപ്രൈസിങ്ങിലൂടെ ഭരണകൂടത്തെ പിന്തള്ളാനുള്ള ശക്തി ഉണ്ട് എന്നിപ്പോൾ കരുതാനാവില്ല. ഉണ്ടെങ്കിൽ അത് ഭരണകൂടം ഓൾറെഡി താഴെ പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് ഒരു ഉന്തും കൂടെ വേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഈ ബലപ്രയോഗം. ആ ബലപ്രയോഗം വരുമെന്ന പ്രതീതി ഇങ്ങനെ നിരന്തരം നിലനിർത്തിക്കൊണ്ട് ഭരണകൂടത്തെ വലിയ രീതിയിലുള്ള എന്തെങ്കിലും സാഹസത്തിന് മുതിരാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ കയറി അങ്ങോട്ട് അടിക്കുക. ഇതൊക്കെ ഒരു തന്ത്രമാകാം. അതുമല്ല എങ്കിൽ ഈ കുറേ കഴിയുമ്പോൾ ഇതാണ് ബ്ലിങ്കിങ് ദൈ എന്ന് പറയുന്നത്. കണ്ണിങ്ങനെ പൂട്ടാതെ പൂട്ടാതെ ഇങ്ങനെ നിൽക്കുകയും അവസാനം ഒന്ന് കണ്ണടക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കണ്ണടച്ച് എന്നാൽ ശരി, ഒരു ഡീലിലൂടെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ജീവശ്വാസം നിലനിർത്താം എന്ന് ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. അപ്പോഴും ട്രംപിന് തന്നെയാണ് നേട്ടം. ഇപ്പോൾ യുദ്ധമുണ്ടായാലും ആത്യന്തികമായി നേട്ടം ട്രംപല്ലേ. തോറ്റാൽ പോലും ജയിച്ചു എന്ന് പറയുന്ന കക്ഷിയാണ്. അതുകൊണ്ട് ട്രംപിന് ജയങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രംപിന് ഈ യുദ്ധത്തിലൂടെയാണെങ്കിലും സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയാൽ അത്രയും നല്ല. ഈ സമാധാനത്തിന് വേണ്ടി, ഗൾഫ് മേഖലയുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്തു, എനിക്കിനി തന്നുകൂടെ സമാധാനത്തിന് നോബൽ സമ്മാനം? ഇപ്പോൾ മച്ചാടോയ്ക്ക് കൊടുത്തത് എനിക്ക് കൊണ്ട് തന്നല്ലോ മച്ചാടോ, ഇനി എന്തിനാ അവർക്ക് കണ്ടവർക്കൊക്കെ കൊടുക്കണം, എനിക്കിങ്ങ് തന്നാൽ പോരെ അടുത്ത പ്രാവശ്യത്തേത് എന്ന് പറയുന്ന കക്ഷിയല്ലേ ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചേക്കാം. തീർച്ചയായും നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇറാനും അമേരിക്കയും മധ്യസ്ഥന സഹായത്തോടെയോ അല്ലാതെയോ നീങ്ങുക എന്നതാണ് ലോകസമാധാനത്തിനും മേഖലയുടെ സുരക്ഷയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, പ്രവാസികൾ, നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, മക്കൾ, ബന്ധുക്കൾ ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ കാര്യങ്ങൾ, അവരുടെ കൂടെ സുരക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് സമാധാനം നമുക്ക് ആഗ്രഹിക്കാം.